നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. താനൂർ ബോട്ട് ദുരന്തത്തിൽ അമിക്കസ് ക്യൂറിയെ നിയമിച്ച് ഹൈക്കോടതി. തുടർച്ചയായി ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സ് മടുക്കുന്നുവെന്ന് കോടതി. പൊതുവിഷയം പരിഗണിക്കുമ്പോൾ ചിലർ അസ്വസ്ഥരാകുന്നു. കോടതിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും പരാമർശം. ആശുപത്രികളിൽ സമഗ്ര ഇടപെടലുമായി സർക്കാർ. ഹൗസ് സർജൻമാരുടെ ജോലി നിർവചിച്ച് മാർഗരേഖ. തീരുമാനങ്ങൾ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ. ഭാഗികമായി സമരം പിൻവലിച്ച PG ഡോക്ടർമാർ. വന്ദന കൊലക്കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്. പോലീസിനും ആരോഗ്യ വകുപ്പിനും വിമർശനവുമായി ഡോക്ടർ വന്ദനയുടെ സഹപ്രവർത്തകർ. അക്രമ സമയത്ത് സ്വയരക്ഷാർത്ഥം പോലീസ് ഓടി. ആശുപത്രിയിലും സംവിധാനങ്ങളുടെ അഭാവം. മുഖ്യമന്ത്രിക്കും പോലീസിനും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. CBSE പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിന് വിജയത്തിളക്കം. +2-ന് 87.33% വിജയം. 10ാം ക്ലാസ്സിൽ 93.12%. തിരുവനന്തപുരം മേഖല രാജ്യത്ത് ഒന്നാമത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഇക്കുറി രേഖപ്പെടുത്തിയത് റെക്കോർഡ് പോളിംഗ്. ആകെ പോൾ ചെയ്തത് 73.19% വോട്ട്. വിജയപ്രതീക്ഷയിൽ കോൺഗ്രസും BJP. ബംഗാളിൽ ചുഴലിക്കൊടുങ്കാറ്റ് ഭീഷണി. മോഗ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. അതീവ ജാഗ്രത. ദുരന്ത പ്രതികരണ സേനയുടെ 8 സംഘങ്ങളെ നിയോഗിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം.